അങ്ങനെ രാവിലെ എണീറ്റു. ഇന്ന് 3-ാമത്തെ ദിവസമല്ലേ ജോസ്മി സാറേ? 3-ാമത്തെ ദിവസം. ഇന്ന് എനിക്ക് ഫിസിയോതെറാപ്പി. എനിക്ക് വേദന, എല്ലാവർക്കും വേദനയും കാലിലൊക്കെ ചെറിയ രീതിയിൽ കുറവുണ്ട്. എനിക്ക് കാലിന് വേദന ഭയങ്കരമായിട്ട് കൂടി. നല്ല വേദന എന്ന് വെച്ചാൽ ഈ സൈഡ് നല്ല വേദനയാണ്. പേശി പ്രശ്നം ആണെന്നാണ് പറഞ്ഞ്. ചുമയ്ക്കാൻ പോലും പറ്റില്ല. ചുമച്ച് കഴിഞ്ഞാൽ അപ്പം വേദന ഇളകും. ഡോക്ടർ റോബർട്ട്, ഡോക്ടർ റോബൻ ആണ് എന്നെ നോക്കിയത്. അപ്പം ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കുറച്ച് കൊണ്ടുപോകും. ലിബി ഇന്നലെ ഭയങ്കര കരച്ചിലും രാത്രി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കണ്ണിൽ കൂടെ കണ്ണിന് വരുന്നു. മരുന്നൊന്നും പിടിക്കുന്നൊന്നുമില്ല. ലാസ്റ്റ് ഒരു വിധത്തിൽ ഒരു ഗുളിക കൊടുത്ത് ശരിയായില്ലേ. ഇന്ന് രാവിലെ ട്യൂബെല്ലാം എടുത്ത് മാറ്റി ഡ്രസ്സിങ് മാറ്റിയിട്ടു. അതോടെ എനിക്ക് തോന്നുന്നു ഓക്കെ ആയെന്ന് തോന്നുന്നു. ആശുപത്രിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഓരോന്ന് ചേട്ടൻ പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാൻ അഭിരാമി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലപ്പം നാളെ ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിപ്പം കുറച്ച് കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പപ്പയ്ക്ക് റിക്കവറായി, മമ്മിക്ക് റിക്കവറായി, അഭിരാമിക്ക് ബോഡി പെയിൻ ഉണ്ട് നല്ല രീതിയിൽ. ഇപ്പം അഭിരാമിക്ക് എനിക്കാണ് പെയിൻ കൂടുതൽ, ലിപിക്കുമുണ്ട്. അപ്പം ഇപ്പം നമ്മളെ കൊണ്ടുപോകാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡൊക്കെ റൂമിൽ കിട്ടും കേട്ടോ. ഒന്നും പിന്നെ നമ്മൾ പുറത്തൊന്നും പോകുന്നു വേണ്ട. ഇവിടെ വന്ന് എല്ലാം എടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഭാഗ്യം അല്ലേ സാറേ? നമ്മളിവിടുത്തെ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടല്ലേ? 5 പേർക്കുണ്ട്. ഞങ്ങളുടെ ഫാമിലി 5 പേർക്കുണ്ട്. ഇവിടെയുണ്ട്, ജോസ്മി സാറുണ്ട്. നമ്മളിവിടുത്തെ എല്ലാവർക്കും ഇൻഷുറൻസ് ഉള്ളത് ഭാഗ്യമായി. ഗൈസ് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വർഷത്തേക്ക് 12,000 രൂപ ഉള്ളൂ. 3 ലക്ഷത്തിന്റെ പോളിസി. 5 ലക്ഷത്തിനാണ് എത്ര ജോസ്മി സാറേ? 16. നിങ്ങൾ ആരെങ്കിലും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാത്ത, മെഡിക്ലെയിം ഒക്കെ എടുക്കാത്ത ആരെങ്കിലും കണ്ട് തീർച്ചയായിട്ടും എടുക്കണുണ്ടോ? അത് ഇതേപോലെയുള്ള ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും. എത്രയോ പൈസ നമ്മുടെയൊക്കെ എല്ലാവരും വെറുതെ പോകുന്നു. പല കാര്യങ്ങളായിട്ട് നമ്മൾ ഡ്രസ്സ് മേടിച്ചും ഒരേ ഫോൺ മേടിച്ചും ഒക്കെ എത്രയോ 10,000 നമ്മൾ കളയുന്നു. ആ സമയത്ത് ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ അത്യാവശ്യ ഘട്ടങ്ങൾ വരാൻ നേരത്ത് നമുക്ക് ആരുടെ മുമ്പിൽ കൈ നേടുന്ന ഒരു അവസ്ഥ വരും കേട്ടോ. ടിഷ്യൂ, താങ്ക് യു. ഇവിടെ എന്ത് ചോദിച്ചാലും ഇതുപോലെ കിട്ടും കേട്ടോ. ഇപ്പൊ ടിഷ്യൂ, പിന്നെ ഇവിടെ എന്ത് കിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ കേട്ടാ. ഇതിന്റെ അത് സോപ്പ് ഉണ്ടായിരുന്നു. എവിജാനെ വിളിച്ചേ? എവിജാൻ ഇതിന്റെ അത് സോപ്പ് എടുത്ത് പൊളിച്ചു. ചീപ്പ്, പിന്നെ അതുപോലുള്ള ബ്രഷ്, പേസ്റ്റ്, സോപ്പ്. പിന്നെ 2 ഓയിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഇതാ എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ ഈ സംവിധാനങ്ങളൊക്കെ. ഷാംപൂ, അതുപോലെ പിന്നെ അത് TV, സെൻട്രലൈസ് AC. നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ AC റൂം കിട്ടും. ഡീലക്സ് റൂമുകള് കഷ്ടപ്പാട് എടുത്ത പണി വാങ്ങിപ്പോ കേട്ടോ. അങ്ങനെയല്ലേ സാറേ? അങ്ങനെ അതിന്റെ മേലേക്കുള്ള ഓപ്ഷനുകളൊന്നും ഇല്ല. സാറിലൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാത്തതുകൊണ്ട് എടുക്കണം കേട്ടോ. ഞങ്ങളൊന്നും ഒരിക്കലും എടുക്കൂല. ഞങ്ങളെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് സാറും എല്ലാവരും നിർബന്ധിച്ച്, പ്രസാദ് സാറും ജോസ്മി സാറും ആരൊക്കെയാണോ എനിക്ക്, പിന്നെ അതുപോലെ തന്നെ പ്രതീക്ഷ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എടുക്കുകയില്ല ഇന്നത്തെ കേസ്. ഇതേപോലെ പിന്നെ നമ്മുടെ റൂമിൽ ഇങ്ങനെ കുറെ ഇവരുടെ തന്നെ കുറെ ആൾക്കാർ, ഫ്ലോർ മാനേജർ, ആ മാനേജർ, ഈ മാനേജർ, അങ്ങനെ കുറെ ആൾക്കാർ വരും. ഇപ്പൊ ഡയറ്റ് മാനേജറോ ഡയറ്റീഷ്യൻ ഡോക്ടർ. ഇപ്പൊ ഇതിന്റെ കയ്യിൽ എങ്ങനെയുണ്ട്? കൈക്ക് എന്തും തിന്നോളാനോ? പിന്നെ സാറേ അടുത്തത് സാറേ, ഇവിടെ നെഞ്ചത്തൊരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്നാ സാറേ? സുപ്രീനോർ 10 ആണ്. അതിന്റെ വില 1000 രൂപയാണ്. അതായത് പാച്ചാണ്. അതായത് നമ്മൾ ഈ കളിക്കാർക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് മെഡിസിനായിട്ടാണത്. അതിന് ഒരെണ്ണത്തിന് ഏകദേശം 1000 രൂപ. ഞങ്ങൾ ഓൺലൈൻ തപ്പി നോക്കിട്ട് വില എടുത്ത ഞങ്ങൾക്ക് വേദന നമ്മളിവിടെ ചോദിച്ചപ്പോ അവര് 995. അല്ല, നമ്മള് 5 രൂപ കുറവ്. യാത്ര ചെയ്യാൻ നേരത്തെ ഭയങ്കര ഉപകാരപ്പെടും. എന്തെങ്കിലും പെയിനൊക്കെ നമ്മൾ ഒട്ടിച്ചാൽ വരുമ്പോ ലിപിക്കിപ്പം ഇന്നലൊക്കെ ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ ആയിരുന്നു രാത്രി. ഇന്നലെ ജോസ്മി സാർ ഉറങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അപ്പുറത്ത് അപ്പന്റെ കൂടെയായിരുന്നു. പിന്നെ ആരായിരുന്നു? അഭിരാമിയുടെ അപ്പനാ? മിനിങ്ങാന്ന് അഭിരാമിയുടെ അപ്പനുണ്ടായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി നിലത്ത് ഷീറ്റിട്ട് കിടന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുള്ളി കട്ടിലേ കിടന്നോട്ടെന്ന് വിചാരിച്ചു. ഞാൻ കിടന്നോളാം. ഉറങ്ങിയിട്ടില്ല. ഞാൻ കാല് വിളിച്ചോണ്ടിരിക്കും. ഇന്നലെ ഗുളിയൊക്കെ തന്നു മയക്കുന്ന ഉറക്കുളിയൊക്കെ. തമാശ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇഞ്ചക്ഷൻ കൊടുത്തു. ആദ്യമേ പെയിൻ അയ്യോ ഞാൻ ഈ ഇത്രയും വേദനയെ എനിക്ക് കാണാൻ ഇതൊന്നും അല്ലായിരുന്നു. രാവിലെ ഇതിന്റെ എബിനും അതുപോലെ രണ്ട് എബിന്മാരും ഈ വേദന കണ്ടോണ്ടിരിക്കാൻ പറ്റും. ഇവര് രണ്ടുപേരും മുങ്ങിക്കളയും സ്പോട്ടിൽ. ഞാൻ പരിസരത്ത് പോയിട്ടില്ല. ഇവന്റെ കരച്ചിൽ കാണും. ഞാൻ പുറത്തിറങ്ങി ഇപ്പുറത്തോട് വന്നിരിക്കും. എനിക്ക് കാണാൻ പറ്റൂല. പൈപ്പ് ഇങ്ങനെ ഇറക്കി കൈനകത്തുനിന്ന് ഇങ്ങനെ അകത്തുനിന്ന് വലിച്ചെടുത്തില്ല. ഓയ്യോ കാർച്ചെന്നതാ. അപ്പത്തെ റൂമിൽ അമ്മ കിടപ്പുണ്ടല്ലോ. അമ്മ ഓടി വന്നു. എന്നിട്ട് എന്നാ പറ്റിയത് അറിയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പൈപ്പ് വരുന്ന കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു അവന്റെ കാർച്ച കേൾക്കുന്നില്ല, അവരെല്ലാം ചെയ്തോ. അവര് ചെയ്യും ഞെക്കിക്കളയും. നോക്കുമ്പോ കരച്ചു നിർത്തിയപ്പോ അമ്മയ്ക്ക് ഭയങ്കര പേടി. കരയുമ്പോ അത്ര പേടിയില്ല. കരച്ചു നിർത്തിയപ്പോ അവര് ഞെക്കിയതാണോ മർമ്മത്തിൽ ഞെക്കിക്കളയുന്നു. അമ്മ എനിക്കിപ്പോ ഒരാളെ കൈസകാര്യം കട്ടിയുള്ള ഭക്ഷണം കഴിക്കരുതെന്നോ? എന്തായാലും ഒരു ഗുണമുണ്ട്. എല്ലിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ രീതിയിലും തിരിച്ചും മറിച്ചും വളച്ചും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു പെയിനില്ല. എന്റെ പേശിയാ തൊട്ടപ്പുറത്ത് അപ്പനുണ്ട് കേട്ടോ. ബി പേടിക്കും. നല്ല സ്റ്റീൽ റോഡ് കൊണ്ടല്ലേ പോകുന്നേ. ഇനി എപ്പോഴാണ് മരുന്നിന്റെ ഇത് കൊണ്ടുപോകണം? അല്ല ആ എക്സ്റേ കൊണ്ടായിരിക്കും. അല്ല എന്തെങ്കിലും കയ്യിലെടുക്കണം. അല്ലെങ്കിൽ അവിടെ അത് തുറക്കാൻ പറയും. ഒരു മിനിറ്റ് ഞാൻ അപ്പൻ്റെ ഒരു റിപ്പോർട്ട് തരാം. സാർ ഇപ്പം വരണ്ട. അവിടെ അപ്പം വാർത്ത വെച്ചിട്ട് ഞാൻ ഓഫാക്കട്ടെ. മരുന്നൊക്കെ വന്നു തുടങ്ങി കേട്ടോ. സിസ്റ്റർമാര് സാധനം കൊണ്ടൊക്കെ വന്നു. അപ്പനിവിടെ തൊട്ടിപ്പുറം അപ്പനുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടപ്പാ? ചെറിയൊരു ആശ്വാസം. വേദന ഇല്ലല്ലോ? വേദന ഇല്ല അപ്പന്. അപ്പൻ്റെ നെറ്റിക്ക് ഒരു 12-14 സ്റ്റിച്ച്. പിന്നെ വേറെ എവിടെയാ അപ്പേ? കൈക്കും തോളിനും കഴുത്തിന്റെ ഇതുണ്ട്. നല്ല മഴയാട്ടോ പുറത്ത്. എന്നാ മഴയാന്ന് നോക്കി സാറേ. നല്ല സീനറി അല്ലേ അവിടെ നോക്കുമ്പോ? അവിടെയൊക്കെ നല്ല കാഴ്ചയൊക്കെ നല്ല കാഴ്ച. 7 നിലയുടെ മുകളിലായതുകൊണ്ട് ഇവിടെ മുഴുവൻ കാണാം. ഈ ഒരു ഏരിയ ഫുള്ള് കാണാം. മുഴുവൻ തെങ്ങുകൾ നടന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? അപ്പന് നല്ല കിടിലം കാഴ്ചകൾ പറ്റും. നമുക്ക് വേറെന്തോ ഇതായിട്ട് നമ്മുടെ ചതുപ്പ കാണുന്നതായിരിക്കും. അപ്പന് നല്ല കാഴ്ചകൾ ഇതായിട്ട്. അപ്പന് ജ്യൂസ് കിട്ടിയായിരുന്നു. അപ്പ വെള്ളം കിട്ടിയോ? പപ്പനെ എണീപ്പിക്കണം. അപ്പൊ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ പോവാനാ? എന്നാത്തിനാ? മൂത്രമൊഴിക്കാൻ. പിടിച്ചോ എന്നെ കൂടെ വല്ലേ ചേട്ടാ പിടിച്ചോ. ഒരാൾ മതിയോ അപ്പ? പപ്പയുടെ കാലിന് എവിടെ മുറിവുണ്ടായേ? ഇവിടെ ഒരു മുറിവ് അല്ലേ? അതാ ഈസിയിൽ സാധനം അടിച്ച. പപ്പയ്ക്ക് സ്റ്റിച്ച് ഇട്ടായിരുന്നു സാറേ 14. പപ്പയ്ക്ക് എണീക്കാൻ പാടാട്ടോ. എന്തായാലും പേശി വലിവും ആ ഒരു ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. ഒരാഴ്ചത്തേക്ക് കണക്കാം. ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടില്ല സാറേ? ശരീരം ഫുള്ളായി. എല്ലായിടത്തും വേദന ഉണ്ടാവും. ഒരാഴ്ച കണക്കാം. എൻ്റെ അമ്മേ. പപ്പനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോട്ടോ. പപ്പയുടെ കാലിൽ ഇപ്പോഴും ബ്ലഡ് ഉണ്ടല്ലേ? ബാക്കിയുണ്ട്. എനിക്ക് മരുന്ന് തരാൻ വേണ്ടി സിസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ നേരെ അങ്ങോട്ട് പോട്ടോ. എന്താണോ പറഞ്ഞത്? ഡൗട്ട് ചോദിച്ചു. എന്നാ കൈയുടെ കേസ് എപ്പം പൊക്കാനൊക്കെ പറ്റും? ആണോ? ലിഫ്റ്റ് വന്നു ഗൈസ്. ലിഫ്റ്റ് അല്ല എന്നെ വണ്ടി വീൽ ചെയർ. എന്നെ ഒന്ന് ഇരുത്തുവോ എവിൻ ചേട്ടാ? അല്ല പണി കിട്ടി. ഇത് എൻ്റെ റൂം. തൊട്ടപ്പുറം അപ്പൻ്റെ റൂം. ഇത് അഭിരാമിയുടെ റൂം. ഞങ്ങൾ നേരെ പോയിട്ട് വരാട്ടോ. മൈക്കിൾ എന്ത് ചെയ്യേ? മൈക്കിൾ അവിടെ അലമ്പാട്ടോ. എവിൻ ചേട്ടാ വാ, എൻ്റെ കൂടുതൽ തന്നെ വാ. പോവാട്ടോ. ഫിസിയോതെറാപ്പി ആയിട്ടത്. ഈ ലിഫ്റ്റിലൂടെയാണ് നമുക്ക് താഴോട്ട് പോകുന്നത്. എത്രാമത്തെ ഫ്ലോർ എവിൻ ചേട്ടാ? എത്രാമത്തെ ഫ്ലോർ ചേച്ചി? ആദ്യത്തെ ഫ്ലോർ ഏറ്റവും താഴെ. ഏറ്റവും താഴത്തെ ലിഫ്റ്റിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെ പോയിട്ടാണ് നമുക്ക് തെറാപ്പി ചെയ്യേണ്ടത് കേട്ടോ. കണ്ണിക്കൂടെ കണ്ണുനീര് വരുമെന്നാ തോന്നുന്നു. തിരുമല്ല എവിൻ ചേട്ടാ വേദന ഉണ്ടാവുമോ? ഫിസിയോതെറാപ്പിയിൽ ഒന്നും ഉണ്ടാവില്ല. ഉറപ്പാന്നോ? ഉണ്ടാവില്ലെന്നാണ് പറയപ്പെടുന്നത്.
ഇതുവരെ ചെയ്തിട്ടില്ല. അവസാനം ഞങ്ങളെ ഫിസിയോതെറാപ്പി റൂമിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ അമ്മേ, എങ്ങനെയാ കിടക്കണ്ടതെന്നൊന്നും അറിയില്ല. അമ്മേ അയ്യോ ചേട്ടാ, ഇവിടെ ഇനി എന്തായിരിക്കും? ഇവിടെ ഇനി നിന്നെ കൊണ്ട് കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കും. പിന്നെ ഡോക്ടർ നോക്കും നിന്റെ പ്രശ്നം എന്താന്ന് നോക്കും. അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇറക്കുണ്ടാവില്ല. എത്ര ലിഫ്റ്റ് കയറിയല്ലോ നമ്മള്? 2 ലിഫ്റ്റ് കയറി. ഒന്നി പോയിട്ട് 7-ന്ന് ഒന്നി പോയിട്ട് 1-ന്ന് 4-ലേക്ക് വന്നു. എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ പേശി കഴിഞ്ഞ 100%. പിന്നെ സ്റ്റിയറിംഗ് കൊണ്ടാണ് നീ പോകുന്നത്. ഇപ്പോൾ ഓക്കെ. സ്റ്റിയറിംഗ് പേശിയിലടിച്ചാ അല്ലേ ചേട്ടാ? സ്റ്റിയറിംഗ് അടിച്ചല്ലേ? സ്റ്റിയറിംഗ് പൊട്ടി. അഭിരാമിക്ക് പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അഭിരാമിക്ക് അത്രയ്ക്കില്ല. മറ്റേ സാധനം ഗ്ലൗ ബോക്സ് അഭിരാമി എടുത്തോളൂ. നീയാണ് സ്റ്റിയറിംഗും കൊണ്ട് പോകുന്നത്. അത് സഫാരിയുടെ സ്റ്റിയറിംഗ് എങ്ങനെ കിട്ടിയത്? ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പി എന്നാ നോക്കട്ടെ കേട്ടോ. ചേട്ടാ, നട്ടലിന് എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ? നട്ടല് വിലങ്ങിയത് മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ആക്സിഡൻറ്റിൽ പറ്റിയത്. വേറെ പ്രശ്നമൊന്നുമില്ല, പേശിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുവാണ് ഇവിടെ. അൾട്രാസൗണ്ട് തന്നെ പറഞ്ഞേ. നമ്മൾ അടുത്ത സാധനം ചെയ്യുവാണ് ചൂട് പിടിപ്പിക്കുക കേട്ടോ. ഇതാണ് ഹീറ്റിംഗ് പ്രോസസ്, ഫിസിയോതെറാപ്പി. ഇത് വേണ്ട, ഇതിന് ഭയങ്കര കരികല്ലേ. ഫൈനലി ഞങ്ങളുണ്ടല്ലോ റൂമിൽ തിരിച്ചെത്തി. ലിബിയുടെ കാലിന് എന്നടാ തേച്ചേ? കാലിന് മറ്റേ മെഡിസിൻ തേച്ചു. അഭിരാമിക്കോ? കാല മൈക്കിൾ ഉറങ്ങി. ഞങ്ങൾക്ക് വേണ്ടി ചേട്ടനാണ് ഇത്രയും ദിവസം ഫുഡ് കൊണ്ടുവന്നത്. പേരെന്നാ? രാജേഷ്. വീട് എവിടെയാ? പാലക്കാട്. സൂപ്പർവൈസറാണ് ചേട്ടനാണ്. ഞങ്ങൾക്ക് വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നത്. ഇതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന ഫുഡാണ്. എല്ലാരും കഞ്ഞിയാട്ടോ പറഞ്ഞേക്കുന്നത്. കഞ്ഞി, നല്ല കോവയ്ക്ക തോരൻ, നല്ല മീൻ വറുത്തത്, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. കാസർഗോഡിന്റെ അതിന് കഞ്ഞി വരുന്നത്. ഞങ്ങൾ എല്ലാരും കഞ്ഞിയാ പറഞ്ഞേ. അല്ല എബിൻചേട്ടൻ മാത്രമാണ് ബിരിയാണി പറഞ്ഞേക്കണേ. വേറെ ഇതാണ്. എബിൻചേട്ടൻ ബിരിയാണി ബിസിനസ് ചെയ്യാനുള്ള പരിപാടി. ഗൈസ്, നമുക്ക് ലിബിയുടെ കൈയൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് ശരിയാക്കണം. ഈ സാധനം മാറ്റി കേട്ടോ, പഴയതല്ല, ഇപ്പം പുതിയതാണ്. അപ്പം ലാർജ് ആയിരുന്നു, ഇത് മീഡിയം ആക്കി. കാരണം എന്നെ ഇവിടെ ഒട്ടിക്കുന്ന കമ്പനി മാറ്റിയേ. കാരണം ഇവിടെ ഒട്ടിക്കുന്നതിന് വെൽക്രോ കുറവായിരുന്നു. അപ്പൊ ഊരി പോവായിരുന്നു. ഒരു പ്രാവശ്യം ഊരി അങ്ങ് പോയി, കൈ താങ്ങി ഭയങ്കര വേദനയായി. നീ എവിടുന്നാ കഴിക്കുന്നേ? ഞാനെല്ലാരും ഇത് കഴിക്കാം. അപ്പുറത്തെ റൂമിൽ പോവാം. കുറച്ചേരം അപ്പുറം കുറച്ചേരം ഇപ്പുറം ഇരിക്കാം. ചേട്ടന് ബീഫ് കഴിക്കണ്ടേ? കഴിച്ചിട്ട് പറയാം. കഴിക്കുന്നതിന് മുമ്പ് എന്നോട് ബീഫിനെ കുറിച്ച് പറയണമെന്ന്. അമ്മയോട് ചോദിച്ച ബീഫിന്റെ കാര്യം അറിയാം. അപ്പനോട് ചോദിച്ച ചിക്കൻ ഫിഷിന്റെ കാര്യം അറിയാം. അപ്പന് കൊടുത്തോ? അപ്പന് ഫിഷ് കൊടുത്തു. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ റൂമുകളാട്ടോ ഇതെല്ലാം. ഇതെല്ലാം ഞങ്ങളുടെ റൂമുകളാണ്. അപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് റൂമുണ്ട്. ഇവിടെ ടി വി ഉണ്ടാവും. ഇവിടെ ടി വി ഇല്ല. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് ഫുഡ്. ഇതങ്ങ് ഓഫാക്കിയാലേ. ഗൈസ് നല്ല ഫുഡായിരുന്നോ? പപ്പ എന്നെ കഴിച്ചേ? പപ്പ ചോറ കഴിച്ചേ? ചോറും മീൻ വറുത്ത എന്നാ എടുത്തേ? നത്തലാണോ? അതാ ഞാൻ പപ്പയ്ക്ക് പറഞ്ഞു. ഓ, പച്ചടി, കിച്ചടി. ഇതെന്നാ പപ്പ? ഇത് പച്ചടി, ഇത് രസം, ഇത് മീൻകറി, ഇത് കോവയ്ക്കത്തോരൻ. തൊട്ടിട്ടില്ലല്ലോ. കോവയ്ക്കത്തോരൻ തോരനൊക്കെ കഴിക്കണം. എല്ലാം കഴിക്കണം. ഇതെന്നാ സാധനം? സാമ്പാറാ? അപ്പനോട് ഇറച്ചി, മീന്, മുട്ട കറി വെച്ച് കഴിക്കുക, വറുത്ത് കഴിക്കരുത്. പറഞ്ഞോ? എണ്ണ വേണ്ടെന്ന്. നമുക്കെന്നാ കഴിക്കാം. പപ്പ കഴിച്ചു, ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. അയ്യോ, എല്ലാവർക്കും പറഞ്ഞപ്പോ എനിക്കാണേ എന്റെ നട്ടല് തെന്നിപ്പോയതാന്ന് പപ്പേ. നട്ടലിന്റെ ഈ ഒരു ഭാഗത്തെ സംഭവം തെന്നിപ്പോയതാണ്. തന്നെ ആയിക്കോളൂ. അപ്പന ആരോഗ്യം വന്നോ? അപ്പൊ എന്നാ പോവോ? ലിപി കഴിച്ചോ? മമ്മി കഴിച്ചോടാ? മമ്മി അങ്ങ് ദൂര. ചേട്ടാ, ഈ റൂമിലേക്ക് ഭക്ഷണം എല്ലാം വെച്ചോ? ഞാൻ മമ്മി എടുത്തിട്ട് പോയിട്ട് വരാം. അഭിരാമി കഴിച്ചില്ല, അവിടെ ഫുഡ് എടുത്തില്ല. എടുക്ക ആവുന്ന കാലത്ത് തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ആടുന്ന സമയത്ത് അത് കഴിക്കണം. അന്ന് സ്റ്റാർ എടുത്താറ് ഇന്ന് മര്യാദയ്ക്ക് ഇവിടെ ടെൻഷൻ. ഗൈസ്, കഞ്ഞി എങ്ങനെ കുടിക്കും ചേട്ടാ? ഇത്രയും കറിയും സംഭവങ്ങളും വെച്ച് ഞാനിവിടെ ഇരുന്നോളും. ഈ വിൻഡോ മാറ്റ്, നല്ല വെട്ടം കിട്ടട്ടെ. നല്ല
സൂപ്പറാട്ടോ. ഇങ്ങോട്ടൊക്കെ നോക്കാൻ നല്ല പച്ച തെങ്ങും. ലിവിനെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പാ. എനിക്കിതാ കഞ്ഞിതാ. സാറിനെ വിളിക്കേ, ജോസ്മി സാറിനെ വിളിച്ചിട്ടില്ല. എവിൻ ചേട്ടാ എനിക്ക് കഞ്ഞിതാ. എവിൻ ചേട്ടാ നത്തലൊക്കെ എന്തേ? ഉപ്പില്ല എന്റെ അടുത്തില്ല. ജോസ്മി സാറിനെ വിളിക്കാൻ പറ്റാമി. ലിപിക്ക് വെക്ക്. ലിപി എവിടെ? ലിപിക്ക് അതിൽ വെക്കടി. ലിപിന് അതിൽ വെക്ക്. എല്ലാവർക്കും വെക്ക്. എന്റെ കഴിക്കാം. ലിപി ഇങ്ങ് വേടാ. മമ്മി കഴിച്ചോ? മമ്മി കഴിച്ചോ? മമ്മി എന്തിയേ? മമ്മി കഴിച്ചു. മമ്മി അങ്ങേറ്റാ. ഓക്കെ ഗൈസ്, നല്ല കിടിലം ബീഫ് ഫ്രൈ ആണ് ഇത് കണ്ടിട്ടോ. നത്തൽ എന്തിയാ ബിരിയാമി? 4 നത്തല് പറഞ്ഞായിരുന്നല്ലോ. എന്തി 4 നത്തലുണ്ടായിരുന്നോ ബിരിയാമി? ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു ഓംപ്ലേറ്റ് ഉണ്ട്. എല്ലാവർക്കും എടുത്തു വെച്ചല്ലേ എവിൻ ചേട്ടാ? എവിൻ ചേട്ടാ എന്ത് ഉണ്ടോ? അടിപൊളി ബീഫ് ഫ്രൈ കേട്ടോ. കഞ്ഞിയും ബീഫും. ഞാൻ ജോസ്മിൻ സാറിനെ കൂട്ടിട്ടെ. സാറെന്തേ? മമ്മി കഴിച്ചോ? മമ്മി കഴിച്ചോടാ? ലിപി എവിടെ ഇരിക്കുന്നത്? അതിനാ മിൽട്ടന്റെ ഇതാട്ടോ. ഇത് ഉപ്പില്ല ബിരിയാമി. ഓ പൊടിയരിക്കഞ്ഞിയാ? വപ്പയായിരിക്കും. താടി സ്പൂണ് താടി സ്പൂണാ. കറികൾ എന്നൊക്കെയുള്ളതെന്ന് വെച്ചാൽ താടി. പൊടിയരിക്കഞ്ഞിയാണേ. കോവയ്ക്കുണ്ട്, ബീഫുണ്ട്, മീനുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. മുട്ട, മീന്, പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ, അച്ചാറ്. എന്നാ വിക്സ നല്ല കഞ്ഞിയാണ്. കൊള്ളാട്ടോ. സാറിനെ വിളിച്ചിട്ടോ അഭിരാമി? സാറ് അയ്യോ എനിക്ക് ആ സൈഡ് വേന ഗൈസ്. സാർ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു. എന്റെ നട്ടലിന്റെ സൈഡ് സ്ലിപ്പായി പോയതെന്ന് പറഞ്ഞാട്ടോ. അയ്യോ എങ്ങനെയുണ്ട് സാറേ? കഴിച്ചില്ലല്ലോ. വിഭവസമൃദ്ധമായ അതെ, വിഭവസമൃദ്ധമായ കഞ്ഞി. അതെ, മുട്ട. നല്ല നല്ല സാധനം. അതെ ലിപി ഭക്ഷണം കഴിച്ചു പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. സാറ് മാത്രമേ ഉള്ളൂ ഇനി. പിന്നെ ഭക്ഷണം കഴിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കണം. എല്ലാ റൂമിൽ നിന്നും എടുക്കണം. എന്നിട്ട് പുറത്ത് വെക്കണം. മൈക്കിളിനുള്ള എന്തിയെ എണീറ്റോ? ഇറങ്ങിയോ? പുറത്ത് ഭയങ്കര മഴ കേട്ടോ സാറേ. പക്ഷെ മൈക്കിളുണ്ടല്ലോ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, ലിബി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈക്കിളിനെ കൊണ്ട് ഒരു കംപ്ലൈന്റും ഇല്ല. മൈക്കിൾ പാവം മിണ്ടൂല. ലിബിയുടെ കരച്ചിൽ കണ്ട മൈക്കിൾ തനതാനെ പോയി കിടന്ന് ഉറങ്ങും. ഒരു കച്ചറയില്ല. അവന് കാര്യങ്ങളെല്ലാം അറിയാം. ശരിക്കും എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെയോ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും എന്തോ വിഷമം ഉണ്ടെന്ന് അവനറിയാം. അവനായിട്ട് പിന്നെ ഒരു പ്രശ്നമില്ല. ഇന്നലെ എനിക്ക് അത്ഭുതം തോന്നിയേ. മൈക്കിള് ലിബിയോടെ കിടന്നൊക്കെ അറിയല്ലേ, ഒറ്റയ്ക്ക് പോയി അവിടെ സൈഡിൽ കിടന്നുറങ്ങി. പാവം തോന്നിയിരിക്കും. ആദ്യമായിട്ടാ മൈക്കിൾ അങ്ങനെ ചെയ്യുന്നേ. എനിക്ക് അനുഭവമുണ്ട്, പിള്ളേരുടെ കാര്യത്തിൽ എനിക്ക് അനുഭവമുണ്ട്. എന്റെ ഇളയ കൊച്ച് ഒരു ദിവസം ഫുള്ള് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഒന്നും മിണ്ടാതെ ഒരു കരയാതെ ഇരുന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. മൂത്ത കൊച്ചിന് ചെറിയൊരു ആശുപത്രി കേസ് വന്നപ്പോൾ. കാരണം ഇവന് കരച്ചിലൊക്കെ കണ്ടപ്പോൾ ആ കൊച്ചു പിന്നെ ഇളയ കൊച്ചു പിന്നെ മിണ്ടുന്നില്ല. ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്നു, കരയുന്നുമില്ല, ഒരു ശാഠ്യവും ഇല്ല. ഇരുന്നിടത്തിരിക്കുക അനങ്ങാതെ. പിള്ളേർക്കും മനസ്സിലാവുന്നുണ്ട്. ശരിക്കും മനസ്സിലാവും. നമുക്ക് മനസ്സിലാക്കാതെ കൂടുതൽ ഇങ്ങനെ വികാരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന റൂമിന്റെ പുറത്ത് ഇതാട്ടോ, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട്. പുറത്തോട്ടൊന്നും പോകാൻ പറ്റൂല. എന്റെ ബാൻഡേജ് എനിക്ക് യെല്ലോ അല്ലായിരുന്നു ജോസ്മി സാറേ? ഓറഞ്ച് ആയിരുന്നു. അത് മാറ്റിയിട്ട് ബ്ലൂ ആക്കി. പിന്നെ ലിപിക്കും ബ്ലൂ അല്ലേ? അയ്യോ എനിക്ക് ഇപ്പൊ ഏറ്റവും വേദന ഇവിടുത്തെ AC യുടെ ഇതുണ്ട്. ഞാൻ ലോകരാജ്യത്ത് പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും
ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുവാണ്. ഇതിന് ടെമ്പറേച്ചർ തിരിക്കുന്നത്, പിന്നെ ഇത് സ്പീഡ് കൂട്ടുന്നത്, സ്പീഡ് കുറയ്ക്കുന്നതൊക്കെ ഞാനിത് ആദ്യമായിട്ട് കാണാം. ജോസ്മി സാർ ഇത് ആദ്യമായിട്ട് കാണുവാണോ? നമ്മൾ എത്ര ഹോട്ടലിൽ കിടന്നിട്ടുണ്ട്, ആ ഹോട്ടലിലൊക്കെ ഡിജിറ്റൽ അല്ലേ? ആ ഡിജിറ്റൽ. ഇതുപോലല്ല, താഴേക്ക് തൂക്കി കിടക്കുക, ഒരു വള്ളിയിൽ ഇങ്ങനെ തൂക്കി കിടക്കുമായിരിക്കും. ഇങ്ങനത്തെ കൺട്രോൾസ്, ഇതിന്റെ ഇതേ ഫംഗ്ഷനുള്ള കൺട്രോൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇരിട്ടിയിലൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. സൂര്യ നോക്കൂ, ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഓക്സിജൻ. ഇതെന്നൊക്കെയാ സാറേ? ഇതെന്നൊക്കെയാ ഓക്സിജൻ? ഇത് നമ്മുടെ വണ്ടിയിലുള്ള പോലത്തെ മറ്റു സാധനം, ടച്ച്, അലാറം, നേഴ്സ്, അങ്ങനെ ക്ലീനിങ്. സാറേ ഇതിനകത്തൂടെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടാൻ. അയ്യോ, 1 മണിക്കൂർ എന്നെ പിടിച്ചിടും. ചേട്ടാ ബാ, ഞാൻ പറഞ്ഞോ എന്നോട് ചോദിക്കാം. രാവിലെ ഡ്രസ്സിംഗ് ചെയ്യുമ്പോ എടുക്കണായിരുന്നു ആ വീഡിയോ കറക്റ്റ് ആയിട്ട്. അങ്ങനെ കത്തുന്നല്ല വിളിക്കുന്നേ, എന്തോ നിലവിളി അമ്മേ അമ്മേ ഒരേ കരച്ചിലായിരുന്നു. എന്നോട് പറഞ്ഞേ അത് സിസ്റ്റർ പറയാണേ, എനിക്ക് ചവിട്ട് കിട്ടുമെന്ന് പേടിയാണ്. എനിക്ക് സൗണ്ട് തന്നെ വിചാരിച്ചു. ഞങ്ങളിപ്പോ സംസാരിച്ചല്ലോ, ചവിട്ട് കിട്ടിയിരുന്നെങ്കിൽ ചേച്ചിനെ ഞാൻ ചവിട്ട് വിചാരിച്ചു. അമ്മാതിരി കണ്ടലായിരുന്നു. ഇവരെല്ലാം ചവിട്ടിയുള്ള അവസ്ഥ അല്ല, അഭിരാമിലേക്ക് നല്ലതല്ലേ? പക്ഷെ ചേച്ചിനെ വിളിച്ചാൽ മതി. ഈ വീഡിയോ കാണുന്നവരെല്ലാരും ചേച്ചിനെ വിളിച്ചാൽ മതി. അഭിരാമിക്ക് 26 വയസ്സ്. അപ്പൊ മാട്രിമോണി ഇതിലൂടെ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അൽഷിബേൽ വന്ന് അന്വേഷിച്ചാൽ അങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടി. ഷർട്ട് പോലെ അകത്തുള്ള കൊഴി. അതല്ല, ആ മറ്റേ 6 മണി 5 മണിയാകുമ്പോ 5 മണിയാകുമ്പോ മറ്റേ പോകുന്ന ദിവസം ഡോക്ടറോട് ചോദിക്കാണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചോദിച്ചു വേറെ പ്രശ്നമുണ്ട്, നമുക്ക് ഓവർ കിടന്നാലും പ്രശ്നമാണ്. ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുന്നു, ഞാൻ പോയിട്ട് ചോദിക്കാൻ വേണ്ടി വന്ന. എനിക്ക് ലീവെന്ന് പറഞ്ഞ സാധനമില്ല. എന്നെ ദത്തെടുക്കണില്ല, അതാ കുഴപ്പമില്ല, എന്റെ പണി പോകും. ഇതിന്റെ അകത്തോടെ ഇപ്പം മറ്റേ എന്തൊക്കെയോ മരുന്ന് കയറ്റിട്ടു. ഇനിയിപ്പോ എന്താ ഉള്ളത്? കഴിഞ്ഞാ ഇതാണ് സാറേ രാവിലെ ഡോക്ടർ വന്ന് കണ്ടതിന്റെ തന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഒന്ന് നടക്കും കേട്ടോ. അതിവിടെ ഇട്ട് എന്തൊക്കെ സാധനം, ഇങ്ങനെ വെള്ളം പോലെ സാധനം കുറച്ച് ചൂടൊക്കെ പിടിച്ച് ഒരു വ്യത്യാസമില്ലേ? ചെറിയ ഒരു, പക്ഷെ എനിക്കിപ്പോഴാ കൂടിയ. അത് ശരിക്കും ആദ്യം നിന്നെ ഇവിടെ കണ്ടിട്ട് വേണ്ട നിനക്ക് വല്ല ട്രീറ്റ്മെന്റ് തരാം. ഞാൻ എല്ലാവരുടെ റൂമിൽ ഓടി നടക്കുക. നിങ്ങൾക്കൊക്കെ എബിന് ഇപ്പൊ ഇത്ര ദിവസം അഡ്മിറ്റ് ആയി. ഇന്നാണ് എബിന്റെ നിനക്ക് വേനയില്ല. അഭിരാമിന്റെ കേസ് പിന്നെ അഭിരാമിന് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അഭിരാമിക്ക് എല്ലാവർക്കും അസുഖമായതുകൊണ്ട് അഭിരാമി എല്ലാവരെയും മേച്ചെടുക്കായിരുന്നു. മൈക്കിൾ വന്നിട്ടോ. മൈക്കിൾ കളിയാ, ഇഷ്ടിയാ. എനിക്കും കിട്ടാറുണ്ടായിരുന്നല്ലോ. ഏതാണോ അടിച്ചു പൊളിക്കണോ മൈക്കിളെ? കളി നോക്കിയേ എന്നാടാ. മൈക്കിൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? എല്ലാരും ഉണ്ട്. ആളുടെ ഇഷ്ടപ്പെട്ടൊക്കെ എന്ത് ചെയ്യാം? ഞാൻ ചെറിയ GST ഫയലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മൈക്കിൾ ഇവിടെ ഫുള്ള് ഭക്ഷണം കഴിച്ചു. നേരെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു. അപ്പുറത്തെ റൂമിലായിരുന്നു ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു. അത് കൊടുക്കല്ലേ, പൊട്ടിച്ചു കളയാ. പൊട്ടിക്കല്ലേ മൈക്കിൾ? അത് ഊരിയെടുക്കും. ഇപ്പം കണ്ടോ, അതിപ്പം പൊട്ടിക്കും. അതിപ്പം വലിച്ചു പൊട്ടിക്കും മൈക്കിൾ. മൈക്കിളിന് വെള്ളം ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രാന്താന്ന് തോന്നുന്നത്. അമ്പോ പാപ്പയോ എന്നാ മൈക്കിളെ? മൈക്കിളെ എന്നാ? മൈക്കിൾ വൃത്തിയാട്ടോ കിടന്ന.
മൈക്കിളെ നോക്കാൻ പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പരിപാടി. അയ്യോ എല്ലാരും കൂടെ വന്നില്ലേ നമ്മൾ എന്ത് ചെയ്താനെ? സത്യം. നമ്മൾ പെട്ടുപോയാനെ. പാവം സാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിലെല്ലാം ഓടി നടക്കുക. അപ്പൊ ഞാനില്ലേ നിങ്ങളുണ്ട്? ഇത്രയും നേരം ഞാൻ ഓടി നടക്കുമായിരുന്നു. അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിലേക്ക്. പാലുവെള്ളം പോലെയാ. ഇച്ചിരി വെള്ളം കൂടുതലാണ്. മൈക്കിളെ നിന്റെ ലാപ്ടോപ്പ് എടുത്ത് അങ്കിൾ എന്നെ ചെയ്യുന്നത് നോക്കിയേ. നിന്റെ ലാപ്ടോപ്പാ അങ്കിളിൽ കിടന്ന് കളിക്കുന്നത്. ആ ഫൈനലി അഭിരാമിക്ക് മരുന്ന് കയറ്റും കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഏകദേശം അഭിരാമിയുടെ ഇത് കഴിഞ്ഞു. ഇനി വേറെ മരുന്നൊന്നും കയറ്റാനില്ല കേട്ടോ. ഞങ്ങൾക്കുള്ള ചായ എത്തി കേട്ടോ. ചായ, കാപ്പി, പഴംപൊരി, ഇലയട. ഇതെന്നാ? ആ ടീ ബാഗ്, പിന്നെ ഷുഗർ ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. നല്ല ഇലയട. ഇതിങ്ങനെ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലൻ പഴംപൊരി. അതെ ആ ടോള് യാത്ര ചെയ്യാം. ഇതേ പഴംപൊരി സാറിനല്ലേ എനിക്കാ. വയറ്റി പിടിക്കില്ല. ഇലയുടെ ഉണ്ട് കേട്ടോ. ഏത് വേണ്ടേ? അടയാണ് നമുക്ക് ഏറ്റവും സേഫ്. ആവി പിടിക്കുന്ന സാധനം കഴിക്കുന്നത് ഏറ്റവും നല്ലത്. എണ്ണ ഇല്ലാത്ത ഹെൽത്തിന്. നമുക്ക് ഞാൻ പൊതുവെ വീട്ടിൽ നിന്ന് ഇഡലി അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവി പുഴുങ്ങിയ സാധനങ്ങൾ കഴിക്കുന്നത്. വീട്ടിൽ ദോശ ഉണ്ടാക്കുന്ന ഇഡലി അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത് സാറ് പറയുന്നത്. അസിഡിറ്റി കുറയും. അതാ ചിലപ്പോൾ ഉണ്ടല്ലോ നാളെ ചതിയൊന്നും അല്ല. ചായ, ജ്യൂസ് വട, ഇത് നല്ല ഇലയട. പഴംപൊരി എങ്ങനെയുണ്ട്? പഴംപൊരി നല്ല നല്ല അടിപൊളി പഴംപൊരി. നല്ല പഴംപൊരി. അതല്ല ബീഫ് തിരിച്ചെടുത്തോണ്ട് വന്നേ. പഴംപൊരി രസമാണ്. പഴം പഴുത്തുള്ളൂ. അന്നാ സാറിന്റെ പഴുത്ത ഞാൻ ഒരു അത് എബിൻചാൻ കൊടുക്കും. എബിൻചാൻ പഴം പഴുക്കാത്ത ഇഷ്ടം. അല്ല നല്ല എള്ളിയല്ല കേട്ടോ. അത് കഴിക്കട്ടെ. തൊണ്ടൊക്കെ ഇടറുന്നുണ്ട്. എനിക്ക് കുറേ മരുന്ന് കയറ്റിന്നേ. എനിക്കൊന്നും വേണ്ട. 3 ദിവസമായിട്ട് എന്റെ മൊത്തം മരുന്ന്. എനിക്ക് ഇന്ന് കയറിയ ക്ലീൻ ചെയ്യണം. പോകുന്ന വഴിക്ക് നമ്മൾ എത്ര പ്രാവശ്യം ചായ കുടിച്ചു? 4-5. പക്ഷെ ക്ഷീണം പിടിക്കും. നല്ല അരി അവിടെ എന്തൊക്കെ ഇവിടെ വീണുണ്ടോ അതിനകത്തുനിന്നാ മൊത്തം കഴിച്ചോ. ആ അടിപൊളി കേട്ടോ. മൈക്കിളെ വാ 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 വാടാ വാ 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 ഷെയ്ക്ക് വാ ഷെയ്ക്ക് അബ്ദുള്ള വാ ഷെയ്ക്ക് അബ്ദുള്ള വാടാ. എന്നാ മൈക്കിളെ പറയുന്നേ? എന്നാ പറയുന്നേ? ആ പറഞ്ഞോടാ. ആ കുറവുണ്ട്. നാളെയും കൂടെ നോക്കിട്ട് പറയാനുണ്ട്. സിസ്റ്റർ ചേച്ചി നാളെ എല്ലാം ചോദിച്ചിട്ട് പറയാനുണ്ട്. അല്ല ഡിസ്ചാർജ് നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞു. രാവിലെ പറഞ്ഞിരുന്നെങ്കിൽ അവര് ഡോക്ടറോട് സംസാരിച്ചിരുന്നെങ്കിൽ അതിനാ നാളെ മുമ്പ് പോവാ. ആണോ? മാക്സിമം നാളേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് അതിപ്പോ നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് റിഫർ ചെയ്യാൻ പറയാം. വേന വരുമല്ലോ നിന്ന് നോക്കണേ. ഇന്ന് രാത്രി വേദന വരുമോ നോക്കണം. ഇന്ന് രാത്രി ലിവിക്ക് വേന ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് ബാക്കി എല്ലാം ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആകരുത് കേട്ടോ. മൈക്കിളെ ചെറുക്കാ ലിവിന്റെ ബീഫ് എടുക്കാനാ? ബി.പി ലിബിന്റെ അല്ല, നിന്റെ അഭിരാമിയുടെ 3 പേരെ എടുക്കണം. 3 പേരെ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നു. ഒന്നിച്ചെടുക്കാം. ബാക്കി 2 പേര് അവിടെ പോയി എടുക്കണം. 5 പേരല്ലേ ശരിക്കും നമ്മളിവിടെ വന്നപ്പോൾ അല്ലേ? ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാം കയ്യിൽ താനിട്ടിട്ടില്ലേ? ഇഞ്ചക്ഷൻ തന്നെ എളുപ്പമല്ലേ?
ഇതുണ്ടോ എല്ലാവരും കൈ എന്നെ ലിവിനെ ആർക്ക് ലിപിക്കല്ലേ ആ ലഭിക്കുന്നുണ്ടോ ഇനി ഇഞ്ചക്ഷൻ? എവിടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത എന്നാ അഭിരാമി അഭിരാമിക്കുണ്ട്. എനിക്ക് 2 എണ്ണം ഉണ്ടോ? 2 എണ്ണം ഉണ്ടോ? ഇപ്പൊ പറ്റിയെന്ന് പറഞ്ഞാലോ കേട്ടോ, പറ്റിയെന്ന് പറഞ്ഞാല് 3 ദിവസമായിട്ട് അഭിരാമിയുടെയും എബിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരുന്ന ഇവര് രണ്ടുപേരും അത്യാവശ്യം ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് നടന്നു. അഭിരാമിയാണ് ഏറ്റവും ഞാൻ ഭയങ്കര ഉഷാറാന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമൊക്കെ അടച്ച് ഇങ്ങനെ നടക്കുവായിരുന്നു. ഇപ്പൊ ഫലത്തില് ഇവര് രണ്ടുപേരാണ് ഇപ്പൊ ഏറ്റവും ഡൗൺ ആയി കിടക്കുന്നത്. രണ്ടുപേർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ പിടിച്ചേ ചില സമയത്ത് അങ്ങനെ പിടിച്ചാ പോരാ നിന്നെ. പൊക്കി വെക്കന്നെ അല്ല പൊക്കി വെക്കണേ ഒന്നില്ലേ പറയാ നോക്കിട്ട്. അല്ലല്ല എന്നെ പൊക്കി വെച്ചേ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ ലിവിഡ് കിട്ടി BP ഒക്കെ ഞാൻ കൈ 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 തട്ടി മൈക്കിളെ മൈക്കിളെ കരിയാണോ മൈക്കിളെ മൈക്കിൾ പപ്പാപ്പൊക്കെ തിന്നോ അടിയാ അങ്ങനെ അവനെ തട്ടിയതാ. താടിയൊന്ന് ചെറുതായിട്ട് ഇപ്പൊ തട്ടിയിട്ടിരിക്കാം. ഒരു കാർച്ച കഴിഞ്ഞിട്ട് നിക്കുന്ന. നേരത്തെ അവിടെ പൈപ്പ് തുറന്നിട്ട് പോന്നായിരുന്നേ, വെള്ളം വന്നപ്പോ ആള് കണ്ടുപിടിച്ചു, നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. പാല് പിടിച്ചോടി പാല് പിടിച്ചോ വെച്ചോ. എല്ലാവരും BP എടുക്കട്ടോ. ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്. പോട്ടെ. അയ്യോ ഇരിക്കണോ? ഇരിക്കാൻ പാടെ നിന്നാ പോലെ കിടക്കണ്ട. എനിക്ക് ഇരുന്നാ ആ ഹൈറ്റ് ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല. വലിയ പ്രശ്നം വരികയല്ല. മറ്റേത് എണീക്കാൻ പാടാ. താഴ്ച കൂടുതലായതുകൊണ്ടാ. അയ്യോ എനിക്ക് ഇന്നത്തേക്ക് ഇളകി ഈ സൈഡ്. എന്റെ എന്നാ പറഞ്ഞ ജോയിന്റ് ഇളകി പോയി. സിസ്റ്ററോട് കാണിക്കുന്നല്ലോ വേറെ അവിടെ കാണിക്കുന്ന താത്ത നോക്കുന്ന പൊക്കാൻ നോക്കുക. പൊക്കാൻ നോക്കുകയാണ്. ഇതെല്ലാം ശരിയായിട്ടാ പോവാ. ശരിയാക്കിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. എന്തല്ലോ അതെന്തോ ഗ്രാമായിരുന്നു അല്ലേ? ഇഞ്ചക്ഷൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയില്ലേ ഓൾറെഡി? ഒരു IV കിട്ടിയില്ലേ? ഗ്യാസിന്റെ ആണ് ഇപ്പൊ കൊടുത്തത് നേരത്തെ. നോക്കട്ടെ ഇപ്പൊ എന്തായാലും മെഡിസിൻ കൊടുത്ത് തുടങ്ങാം, നോക്കിട്ട് പറയാം. അത് കറപ്പാണ്. അത് നമ്മളെ നമ്മള് എല്ലാം ക്ലീനായിട്ട് വായിച്ചു. പൈസ കാര്യം BP കൂടും. അത് തിരിച്ച് നിന്റെ പൊക്കാനുള്ള പരിപാടി കിടക്കാൻ. നിന്നെ ഇപ്പൊ പൊക്കോളെ കറക്കാൻ തുടങ്ങി. പൊങ്ങുന്നു. ശരിക്കും തിരിക്കുന്നുണ്ടാവും. അവൻ തിരിക്കുന്നുണ്ട്, അനക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുവാണേ. പൊക്കവും താത്തും ചെയ്യുന്നുണ്ട്, അനക്കുന്നുണ്ട്. നീ കഞ്ഞിയൊക്കെ ഇറങ്ങി ഒറ്റയോട് പഠിപ്പിച്ചാൽ അഞ്ചപ്പിന് ഫോൺ എടുക്കണ്ടേ? എന്റെ BP കുഴപ്പമില്ല, നോർമലാണ്. എല്ലാരും BP ഒക്കെ കറക്റ്റാണ്. എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഭാര്യയെ പേടിയുന്ന ഇല്ലല്ലോ. സാറിന് BP ഉണ്ട്. അതിനകത്ത് ഞെക്കി എനിക്ക് തന്നെ തിരിച്ചു വെച്ചത്. സാർ ഇതെന്നാ മെഷീനാ സാറിന് അറിയാവോ? അത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്.
മിച്ചമുണ്ട് ഒരാള്. എന്നെ മറന്നു പോകല്ലേ. അമ്മയുടെ ഒക്കെ എടുത്തത് ഇഷ്ടം. അമ്മേനെ കിട്ടിയത് ലിബിന്റെ റൂമിൽ, അവനെ റൂമിൽ നിന്ന് ആരും കിട്ടാറില്ല. ഇവര് രാവിലെ ചർച്ച ചെയ്ത് ഞാൻ കേട്ടാ. ഓടിച്ചു പിടിക്കണം. ഓടിച്ചു പിടിക്കുന്നവരെ മൊത്തം ഫുൾ ടൈം വണ്ടികളെ കൂട്ടി പിടിച്ചിട്ട് ഇവരിക്കും. ഇവര് മിച്ചം നടക്കുന്നതിന് ചേട്ടനെ അപ്പോഴോട് പേര് പോയി നോക്കിയാലോ. ലിബി ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. ഫൈനലി ഞങ്ങൾ അപ്പൻ്റെ റൂമിലാണ്. ഇപ്പൊ അപ്പൻ്റെ കുഴപ്പമില്ല. അപ്പനിപ്പം തിരിയാൻ മാറിയ. നാളെ ഡിസ്ചാർജ് ആയിട്ടോ. അപ്പ എ സിക്ക് തണുപ്പുണ്ടോ? തണുപ്പ് നീ പുള്ളി കൂട്ടി വെച്ചിട്ട് പുള്ളി അത് കുറച്ച് പിടിക്കണം. ഈ എബിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലിനൊക്കെ പെയിൻ പിടിക്കും. ഈ തണുപ്പ് എനിക്ക് എന്നാന്നറിയത് എന്റെ സാറേ, ഇത് കണ്ടോ, ഇതിങ്ങനെ മേലോട്ട് ഇരിക്കണം, ഇത് കൂളുമായിരിക്കണം, ഇതിങ്ങനെ തിരിഞ്ഞു വെക്കണം. മാക്സിമം മറക്കണ്ട. 10 ഡിഗ്രിയിലാണ് വെച്ചേക്കുന്നത്. അയ്യോ എനിക്ക് ഇവിടെ എനിക്ക് മാത്രം. പപ്പയ്ക്ക് ഇപ്പൊ എവിടെയാ വേന? അപ്പന് അപ്പൊ ഒരാഴ്ച ഉണ്ടാവും അപ്പൊ ഇതിന്റെ. ഒരു മാസം ഉണ്ടാവും ചെറിയൊരു രീതിയിലുള്ള വേദന. നമ്മള് പിന്നെ അത് മാറും. പിന്നെ പേടിക്കണം, എന്റെ വേദനയോട് വേദനയായിരിക്കും അല്ലേ? അതായത് ഒരു നമ്മുടെ ശരീരം മൊത്തം ഇളകിയല്ലോ. അതിനനുസരിച്ചുള്ള സംഭവം നമ്മുടെ എന്നാ പറയാ ശരീരത്തിന് ഒരു മാസം ഉണ്ടാവോ സാറേ? ഒരു മാസം ഇല്ല, എന്തായാലും 10 ദിവസം സാധ്യതയുണ്ട്. ലിപിയുടെ കൈ എന്തുകൊണ്ടെന്ന് പറഞ്ഞേ? 2 മാസം പറഞ്ഞത്. ഇതൊരു വിഷയമാണ്. 2 മാസം കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വണ്ടിയുടെ സർവീസ് ചെയ്യുന്നത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടെന്നരിക്കാം ആ കെട്ടത്താണ്. ഇതിന്റെ കയ്യില് സ്റ്റീൽ അത്രത്തോളം നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു മനസ്സിലായി. പക്ഷെ വേറെ കുഴപ്പമില്ല, ഇതിനകത്ത് 7 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ സ്ക്രൂ പ്രസ്സായി കഴിഞ്ഞാൽ അവിടെ ഇഞ്ചുറി ഉണ്ടാവും. അതാണ് വിഷയം. നമ്മുടെ കെട്ടൊക്കെ ഒരു സാധാരണഗതി ഒരു 3 ആഴ്ചയല്ലേ സാധാരണ കൈയുടെ ചേട്ടാ? 3 ആഴ്ച എനിക്ക് വലിയ ഐഡിയ ഇല്ല. സാധാരണ കെട്ടി തൂക്കിയിടുന്നത് 3 ആഴ്ചയൊക്കെ അല്ലേ. അതിനുശേഷം നമുക്ക് കൈ ഫ്രീ ആകാം. അങ്ങനെയാണ് എന്റെ ഓർമ്മ. ചോറെങ്ങനെയാണ് ഉച്ചയ്ക്ക്? നല്ല ചോറല്ലായിരുന്നു, കറി വെക്കാൻ നല്ലതല്ലായിരുന്നു. ഒരു സാധനം ഉണ്ടായിരുന്നു, ബീഫ്. ലാസ്റ്റ് ഞാൻ കാണുന്നത് എന്നോട് ദേഷ്യം ഉണ്ടോ? ബീഫ് തരാത്തിന് എനിക്ക് എന്താ അറിയോ, ഇവര് പറഞ്ഞ് വിളിച്ച് എന്റെ ഇളയ ആളെ ഞാൻ എബിന്റെ അടുത്ത് വിളിക്കും. ഈ പുള്ളിയുടെ പേര് എബിനാണ്, ഈ പുള്ളിയുടെ പേര് എബിനാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം അറിയാതെ അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ നേരത്തെ ചെയ്ത് തരണമെന്ന് പറയണം. നമുക്ക് അങ്ങനത്തെ അത് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇൻഷുറൻസിന്റെ ചെറിയ കാര്യങ്ങള് പിന്നെ പറയാൻ പറ്റില്ല എപ്പോഴാ തീരുന്നത്. ഇന്നിപ്പോ എല്ലാ പേപ്പറും മൂവായി. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള എല്ലാ സാധനം കഴിഞ്ഞു. എന്തായാലും ഇൻഷുറൻസ് ചെന്നപ്പോ എന്തായിരുന്നല്ലേ, ഒരു വിളി അങ്ങ് ചെന്നോണ്ടായിരിക്കും അല്ലേ, ഭയങ്കര ഫാസ്റ്റ്. അല്ലെങ്കിൽ തന്നെ എല്ലാം നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇൻഷുറൻസിന്റെ പേപ്പർ അതും കൂടെ അതാണ് ബാക്കിയുള്ളത്. നിങ്ങൾ ബാക്കി പേപ്പറെല്ലാം ഇവിടെ ട്രീറ്റ്മെന്റിന്റെ എല്ലാം ഓക്കെ, അതെല്ലാം റെഡി ആയിരിക്കും. അതാണ് ഫ്ലോർ മാനേജർ പറഞ്ഞാൽ. മൈക്കിളങ്ങ് പോയിട്ടോ? മൈക്കിളൊന്നും പോയില്ല സാറേ, ഇങ്ങോട്ടോട്ട് പോയി. നമ്മുടെ ആട്ടോ 3 രൂപ വരുന്നു. ലിപി പിടിച്ചോണ്ട് കളിയാട്ടോ. പിടിച്ചോണ്ടോടാ, പിടിച്ചോണ്ടോടാ. ഞാനാ 37 വർഗീസ് ഉണ്ട്. പുള്ളി എന്നാ വെച്ച് പപ്പയുടെ BP നോക്കാൻ വരുന്നു. മൈക്കിളെ വാ, രണ്ടുപേരും കൈ പിടിച്ചോ. ഇങ്ങനെയായിരുന്നു മൈക്കിള് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരുന്ന കേട്ടോ. അയ്യോ സന്തോഷം വന്നാ കുട്ടി അല്ലേ മൈക്കിളെ? മൈക്കിൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പപ്പയോട് സിസ്റ്റർ കയറിയല്ലോ. സംഭവം ടെസ്റ്റ് ചെയ്യേണ്ടത്. വാടാ, വാ വാ, എല്ലാരും വിളിച്ചോ. എങ്ങോട്ടാ പോകുന്നേ? മൈക്കിളിനുണ്ടല്ലോ പാവമുണ്ടോ നോക്കി. അവനോ കുറെ കരഞ്ഞോ, കുറെ കരഞ്ഞു. ലാസ്റ്റ് നിന്നെ ഓപ്പറേഷൻ തിയേറ്റർ കയറിയില്ലേ?
ഇവൻ അപ്പാന്ന് വിളിച്ചു കുറേ. എന്നിട്ട് ഇവൻ ഇങ്ങനെ വിങ്ങി കരയായിരുന്നു. ഇവൻ കരയുമ്പോ ഉണ്ടല്ലോ, ലിബിയും ഇടയ്ക്ക് കരയുമല്ലോ, അപ്പൊ ഇവൻ കംപ്ലീറ്റ് സൈലന്റ്. പിന്നെ അവനെ കൊണ്ട് യാതൊരു കുസൃതിയില്ല. അവൻ തന്നെ പോയി ബെഡിൽ പോയി കിടന്നു ഓർക്കുന്നില്ലേ? നമുക്ക് ഇന്നലെ വീഡിയോ കണ്ടെന്ന് എനിക്ക് ഓർമ്മ. തന്നെ പോയി ബെഡിൽ പോയി കിടന്നു, തന്നെ പോയി പാല് കുടിക്കുന്നു. ശരിക്കും പിള്ളേർക്ക് പോലും അറിയാൻ പറ്റില്ല. അയ്യോ അത് ഞാൻ കണ്ടിട്ട് എനിക്കാണോ വിഷമമായിട്ടേ. ഇതൊക്കെ മാറി കുട്ടപ്പനായിട്ട് പുളിയൊക്കെ കഴിക്കും. വാടാ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ, പോയിട്ട് വാ. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. പോയിട്ട് വാ.